After PGBP, the next head of income that we are going to discuss is income from capital gains. ഇൻകം ടാക്സ് പേപ്പറിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിൽ 60 മാർക്സിൻ്റെ ഏരിയയിൽ PGBP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമ്മൾ ഏതൊരു ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ദ പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് വി ഷുഡ് ഹാവ് ഇൻ അവർ മൈൻഡ് ഈസ് ദാറ്റ് വാട്ട് ആർ ദ ഇൻകംസ് ടാക്സ്ഡ് അണ്ടർ ദിസ് ഹെഡ്. സിംപ്ലി നമുക്ക് ഏതൊക്കെ ഇൻകമാണ് ഈ ഹെഡിൽ ടാക്സ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദെൻ ഫർദർ മൂവ്മെൻറ്റ് ത്രൂ ദീസ് സെക്ഷൻ അല്ലെങ്കിൽ ത്രൂ ദീസ് ചാപ്റ്റർ വിൽ ബി വെരി ഈസി. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആ ഹെഡ് വെച്ചായിരുന്നു. റെൻ്റൽ ഇൻകമാണ് നമ്മൾ ടാക്സ് ചെയ്യുക. പ്രോപ്പർട്ടി ഏതെങ്കിലും റെൻ്റൽ ഇൻകം അല്ല, ഹൗസ് ബിൽഡിങ് നമ്മൾ ലെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഇൻകമാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ടാക്സ് ചെയ്യുക. ഇൻകം ഫ്രം സാലറി നമ്മൾ ടാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് അയാളുടെ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് റിവാർഡായിട്ട് അയാൾക്ക് കിട്ടുന്ന സാലറിയാണ് നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. ദെൻ റീസെൻ്റായിട്ട് ഡിസ്കസ് ചെയ്ത PGBPയിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റായ അയാളുടെ ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, PGBP ഹെഡിൽ ടാക്സ് ചെയ്യുക. ആഫ്റ്റർ PGBP വി ഹാവ് 2 more ഹെഡ്സ് ഓഫ് ഇൻകം റിമൈനിങ്, IFOs ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ എന്താണ് ടാക്സ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അസസി, ഒരു പേഴ്സൺ, ഒരു ടാക്സ് പെയർ, അദ്ദേഹം ഫോർ എക്സാമ്പിൾ ഹീസ് ഹാവിങ് ആൻ അസറ്റ്. ഈ അസറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്ന പേരാണ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ നമുക്കറിയാം അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ കാറ്, ബൈക്ക്, ജുവല്ലറി, ലാൻഡ്, ബിൽഡിങ്, അതുപോലെ തന്നെ വേറെ എന്ത് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, അസറ്റാണ്. റിസോഴ്സസ് എല്ലാം അസറ്റാണ്. ഈ അസറ്റ് പുള്ളി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കവർ ചെയ്യുന്ന ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇവിടെ വേറൊരു ചെറിയ പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു ആർ ഹാവിങ് എ ബിൽഡിംഗ്, നിങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. നിങ്ങൾ ആ ഫ്ലാറ്റ് നിങ്ങൾ സെല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ക്യാപിറ്റൽ അസറ്റാണ്. നിങ്ങളത് സെല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഇൻകം ഉണ്ടാവും, ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഉണ്ടാവും. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു ഡെവലപ്പറാണ് അല്ലെങ്കിൽ ഒരു ബിൽഡറാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഡീലറാണ്. അപ്പോൾ പ്രോപ്പർട്ടി ഡീലറായ നിങ്ങൾ ബിൽഡിങ്ങും അതുപോലെ തന്നെ സ്ഥലമൊക്കെ വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബിൽഡിങ്ങും സ്ഥലമൊക്കെ നിങ്ങളുടെ എന്താണ്, അസറ്റ് ആണ്. അതേസമയം ഏത് അസറ്റാണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെല് ചെയ്യുന്നത് നിങ്ങളുടെ ഏതിൻ്റെ ഭാഗമായിട്ടാണ്, റെഗുലർ ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ നിങ്ങൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഹെഡ്സ് ഓഫ് ഇൻകത്തിലാണ് കവർ ചെയ്യുക, PGBP ഹെഡ്സ് ഓഫ് ഇൻകത്തിലാണ് കവർ ചെയ്യുക. കാരണം ആ സെല്ലിങ് ആസ് എ പാർട്ട് ഓഫ് റെഗുലർ ബിസിനസ് ഓപ്പറേഷനാണ്. അതല്ലാത്ത രീതിയിൽ ഏത് രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഒരു സാലറിയിൽ എംപ്ലോയി ആണ്, നിങ്ങൾക്ക് 2 സ്ഥലമുണ്ട്, നിങ്ങൾ കാശ് കൂടുതലുണ്ടായപ്പോൾ വാങ്ങിയിട്ടതായിരുന്നു, നിങ്ങൾ ആ സ്ഥലം എടുത്ത് വിറ്റു. അങ്ങനെ വിൽക്കുന്ന സമയത്ത് അതൊരു ക്യാപിറ്റൽ അസറ്റാണ്. ആ അസറ്റ് നിങ്ങൾ സെല് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസ് പ്രോഫിറ്റ് ഏത് ഹെഡിലാണ് വരിക, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിലാണ് വരിക. ഇനി നമ്മൾ നോർമലി ഒരാളുടെ നോർമൽ ടാക്സ് റേറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകവും ഒരു അസസിക്കും ഉണ്ടാകാം എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ആ കേസൊക്കെ വരുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലാണ്. ലിറ്റിൽ ബിറ്റ് ലെങ്തിയാണ്, ബട്ട് കീപ്പ് ഇൻട്രസ്റ്റഡ്. ഉറപ്പായിട്ടും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സർഫ് ചെയ്ത് പോകാൻ പറ്റുന്ന ചാപ്റ്റർ തന്നെയാണ്. ബി കോൺഫിഡൻറ്റ്, നമുക്കത് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ എന്താ പറയുക, എല്ലാ കൺസെപ്റ്റും ക്ലാരിറ്റി വെച്ച് എവിടെ നിങ്ങൾക്ക് ഒരു അരിയർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും റിവൈൻഡ് അടിച്ച് കേട്ടിട്ട് ഇനിയും ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്റ്റ് ആൻഡ് ഫിക്സ് യുവർ ഡൗട്ട്സ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ മുന്നേറുകയാണ്. ഗോയിങ് ഓൺ. നമുക്കറിയാം ഏതൊരു സെക്ഷനും നമ്മൾ PGBP ആണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കവർ ചെയ്ത സെക്ഷൻ. PGBP സെക്ഷൻ 28 ഓൺവേർഡ്സ് സെക്ഷൻ 44 വരെയായിരുന്നു PGBP ഉണ്ടായിരുന്നത്. PGBP എന്നുള്ള സെക്ഷൻ അല്ലെങ്കിൽ PGBP എന്നുള്ള ഹെഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും ഏത് വെച്ചാണ്, നമ്മൾ ചാർജിങ് സെക്ഷൻ വെച്ചാണ്. അപ്പോൾ ഞാൻ അന്ന് മുതലേ നമ്മൾ ഹെഡ്സ് ഓഫ് ഇൻകം സ്റ്റാർട്ട് ചെയ്ത മുതലേ പറയുന്ന കാര്യങ്ങളാണ്. എവറി ഹെഡ്സ് ഓഫ് ഇൻകം സ്റ്റാർട്ട് വിത്ത് എ ചാർജിങ് സെഷൻ. എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെച്ചാണ്, ചാർജിങ് സെഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ PGBPൻ്റെ ചാർജിങ് സെക്ഷനാണ് സെക്ഷൻ 28. അതുപോലെ തന്നെ സാലറിൻ്റെ ചാർജിങ് സെക്ഷൻ 15. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിൻ്റെ ചാർജിങ് സെക്ഷൻ വിച്ച് വാസ് ദ സെക്ഷൻ 22. അതുപോലെ സെക്ഷൻ 45 ആണ് ആക്ച്വലി ഏതിൻ്റെ ചാർജിങ് സെക്ഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഈ സെക്ഷനിൽ പറയും ഏതെല്ലാം ഇൻകമാണ് ഈ ഹെഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക എന്നുള്ളത്. സെക്ഷൻ 45 ചാർജിങ് സെക്ഷൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എനി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഷാൾ ബി ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ.
ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്. ഏത് പ്രീവിയസ് ഇയറിലാണോ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ സെല്ല് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക, ഇതൊക്കെ ട്രാൻസ്ഫറാണ്. ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഉണ്ടായ ഗെയിനി ലോസ്, എന്ത് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ? ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഉണ്ടായ ഗെയിനി ലോസ് ഏത് വർഷമാണ് ഈ ട്രാൻസ്ഫർ നടന്നത്, ആ വർഷത്തെ ക്യാപിറ്റൽ ഗെയിൻ ഇൻകമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണക്കാക്കപ്പെടും. ദാറ്റ് ഈസ് വാട്ട് ദ ചാർജിങ് സെക്ഷൻ ഈസ് സെയിങ്. സോ വെനെവർ ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഡ്യൂറിങ് എ പ്രീവിയസ് ഇയർ, then the gain or profit arising from that transfer will be taxable during the previous year in which the transfer has been occurred. അപ്പോൾ ഏത് കൊല്ലമാണോ ട്രാൻസ്ഫർ സംഭവിച്ചത്, ആ ട്രാൻസ്ഫർ സംഭവിച്ച വർഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ഗെയിൻ ഓർ ലോസ് നമ്മൾ എന്ത് ചെയ്യും? ഇൻകമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ടായിട്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 214 ഇൻകം ടാക്സിലെ എല്ലാ, അല്ലെങ്കിൽ ഏതൊരു പ്രൊവിഷൻ ആയാലും സ്റ്റാറ്റ്യൂട്ട് ആയാലും എല്ലാ ഡെഫിനിഷൻസും പറയുന്നത് സെക്ഷൻ 2 അപ്പോൾ സെക്ഷൻ 214 ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. സെക്ഷൻ 214 പറയുന്നത് ഇത്രേ ഉള്ളൂ. അക്കോർഡിംഗ് ടു സെക്ഷൻ 214, ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് എവറി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി whether or not connected with his or his business or not, അല്ലെങ്കിൽ business or profession. Property of every kind held by an assessee whether or not connected with his business or not. ഒരു അസസിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷൻ, ഒരു അസസിൻ്റെ ബിസിനസ്സോ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് പ്രോപ്പർട്ടിയും, ഒരു അസസിയുടെ കൈവശമുള്ള എല്ലാ ടൈപ്പ് പ്രോപ്പർട്ടിയും എന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്. അതുപോലെ തന്നെ എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിച്ച് ഹാസ് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ സച്ച് സെക്യൂരിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് സെബി റെഗുലേഷൻസ്. സെബി റെഗുലേഷൻസ് പ്രകാരം നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസും ആക്ച്വലി എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ അസറ്റ് തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഒരു അസസി അയാളുടെ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ബന്ധപ്പെടാതെയോ അയാളുടെ കയ്യിലിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടികളും, ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 214 പറഞ്ഞ ഈ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. ആ ക്യാപിറ്റൽ ഗെയിനാണ് നമ്മൾ ഈ ഹെഡിൽ എന്ത് ചെയ്യുക? ടാക്സ് ചെയ്യുക. പക്ഷേ സ്പെസിഫിക്കലി നമ്മൾ ചില ഇൻകം അല്ലെങ്കിൽ ചില അസറ്റുകൾ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് അല്ല എന്നുള്ളത് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. അതിലൊന്നാമത്തായിട്ടാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് അസറ്റിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും സ്റ്റോക്ക് ഇൻ ട്രേഡ് സ്പെസിഫിക്കലി ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് ഇൻ ട്രേഡ് സെല്ല് ചെയ്ത് കിട്ടുന്ന ഇൻകം നമ്മൾ ഏത് ഹെഡിലല്ല ടാക്സ് ചെയ്യുക? CG ക്യാപിറ്റൽ ഗെയിനിലല്ല ടാക്സ് ചെയ്യുക. മറിച്ച് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ റൂള്? സ്റ്റോക്ക് ഇൻ ട്രേഡ് നമുക്കറിയാം ഏത് ഹെഡിലാണ് നമ്മൾ ടാക്സ് ചെയ്യുക? നമ്മൾ PGBPയിലല്ല ടാക്സ് ചെയ്യുക. അതുകൊണ്ടാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് PGBPയിലെ ടാക്സ് ചെയ്യുക. അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യാണ്ടിരിക്കാനാണ് നമ്മുടെ പ്രൊവിഷൻ പറയുന്നത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് PGBPയിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം ഏത് ഹെഡിൽ നമ്മൾ ടാക്സ് ചെയ്യൂല? ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യൂല. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു ഇൻകം ക്യാപിറ്റൽ ഗെയിനായി ടാക്സ് ചെയ്യണമെങ്കിൽ സെക്ഷൻ 45 പറയുന്ന കണ്ടീഷൻ ഏതാണ്? ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ഇൻകം എന്തല്ല? ക്യാപിറ്റൽ ഗെയിൻ അല്ല. നെക്സ്റ്റ് പേഴ്സണൽ ഇഫക്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പലരും മനസ്സിലാക്കാത്ത പക്ഷേ ഒരുപാട് ഇംപ്ലിക്കേഷൻസിൽ പേഴ്സണലായിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കേസാണ് പേഴ്സണൽ ഇഫക്റ്റ്. പേഴ്സണൽ ഇഫക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. ഞാൻ എൻ്റെ ഒരു റിസ്റ്റ് വാച്ച്, ഒരു റാഡോ വാച്ച്, ഒരു 50,000 റാഡോ വാച്ച് ഞാൻ സെല്ല് ചെയ്തു. ഒന്നാമത്തെ എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ, ഞാൻ എൻ്റെ കാറ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നോർമലി എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കാറാണ്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കാറ് സെല്ല് ചെയ്തു. ഈ രണ്ട് കേസിലും ഞാൻ സെല്ല് ചെയ്യുമ്പോൾ എൻ്റെ കാറ് അതുപോലെ തന്നെ എൻ്റെ വാച്ച് ഇത് രണ്ടും സെല്ല് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അസറ്റാണ് നോർമലി ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇൻകം ഉണ്ടാവും, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരും. ഇതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. നിങ്ങൾക്ക് തന്നെ ഇതിനൊരു ഉത്തരം കിട്ടും നമ്മൾ പേഴ്സണൽ ഇഫക്റ്റ് എന്നുള്ള ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. എന്താണ് പേഴ്സണൽ ഇഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണൽ ഇഫക്റ്റ് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി യൂസ്ഡ് ബൈ ആൻ അസസി ഓർ ഹിസ് ഫാമിലി മെമ്പർ ഫോർ പേഴ്സണൽ പർപ്പസ്. നമ്മുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മൂവബിൾ പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണെന്ത്? പേഴ്സണൽ ഇഫക്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലെ TV, നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ വാച്ച്, നമ്മുടെ കാറ്,
നമ്മുടെ ക്ലോത്തിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയെല്ലാം നമ്മൾ പേഴ്സണലി മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ നിൻ്റെ വീട് പറ്റുമോ? എടാ വീട് പേഴ്സണലാണ്, പക്ഷേ മൂവബിൾ ആണോ? അല്ല, വീട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, വീട് ബിൽഡിംഗ് ഒക്കെ. അപ്പോൾ വീട് ബിൽഡിംഗ് ഒന്നും എന്തല്ല, പേഴ്സണൽ ഇഫക്റ്റ് അല്ല, അല്ലെങ്കിൽ പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി അല്ല. അപ്പോൾ പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാച്ച്, അതുപോലെ നിൻ്റെ ഡ്രസ്സ്, നിൻ്റെ ഷൂ, അതുപോലെ തന്നെ TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇതൊക്കെ പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഇത് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിനക്ക് ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരുമോ? വരില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കാറ്, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വാച്ച്, ഇതൊക്കെ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ ഫോണൊക്കെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ ആണോ? അല്ല. പക്ഷേ ഞാൻ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ എൻ്റെ കാർ യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽ പർപ്പസിനാണ്. അപ്പോൾ ഞാനിത് സെല്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ വരുമോ? വരൂലേ? എടാ, നീ പ്രൊഫഷണൽ പർപ്പസിനോ ബിസിനസ് പർപ്പസിനോ യൂസ് ചെയ്യുന്ന അസറ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി ആണോ? അല്ല. പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺ മൂവബിൾ പ്രോപ്പർട്ടിയാണ്, പേഴ്സണൽ അല്ല. അപ്പോൾ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് വരില്ല? ക്യാപിറ്റൽ ഗെയിൻ വരില്ല. കാരണം ഇത് ക്യാപിറ്റൽ അസറ്റ് ആയാലേ നമുക്ക് എന്ത് വരുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ വരുള്ളൂ. പക്ഷേ പേഴ്സണൽ ഇഫക്റ്റിൻ്റെ അടുത്ത് തന്നെ ക്ലിയർ ആയിട്ട് ഒരു ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇത് പറഞ്ഞ പ്രകാരം നമുക്ക് ജ്വല്ലറിയൊക്കെ നമുക്ക് എന്താണ്? പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ജ്വല്ലറി ഒന്നും സെല്ല് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് അല്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് അല്ലാതാവുകയും ടാക്സ് വരികയും വരാതിരിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് പറഞ്ഞ റൂൾസ് ഇതാണ് മക്കളെ. ശരി, ഇതൊന്നും നിങ്ങളെ പേഴ്സണൽ ഇഫക്റ്റ് അല്ല, വാട്ട് വി സേ, പേഴ്സണൽ ഇഫക്റ്റ് ക്യാപിറ്റൽ അസറ്റ് അല്ല. പക്ഷേ താഴെ പറയുന്ന ഐറ്റംസ് ഒന്നും എന്തല്ല? പേഴ്സണൽ ഇഫക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് പേഴ്സണൽ ഇഫക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് എന്ത് വരും? ടാക്സ് വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഐറ്റംസ് ആണ് ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ, എനി വർക്ക് ഓഫ് ആർട്ട്. അപ്പോൾ ഇതൊക്കെ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇത് പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി അല്ല എന്ന് ഇൻകം ടാക്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി മാത്രമേ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തതുള്ളൂ. അപ്പോൾ ഇവ എന്താണ്? ഇവ പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി അല്ല എന്ന് പറയുമ്പോൾ ഇവ ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പോൾ നീ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ജ്വല്ലറിയൊക്കെ എടുത്ത് എത്ര വിറ്റ് കഴിഞ്ഞാലും മോനെ പേടിച്ചോ, എന്താണ്? ഇത് ക്യാപിറ്റൽ അസറ്റ് ആണ്. കാരണം ഇത് പേഴ്സണൽ ഇഫക്റ്റ് അല്ല എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? ടാക്സ് വരും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നുള്ളതാണ്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ അസസി വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ഈസ് ഓർ ബിസിനസ് ഓർ നോട്ട്, അല്ലെങ്കിൽ FII ഹോൾഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ്, ഇതാണ് പ്രോപ്പർട്ടി. പക്ഷേ പ്രോപ്പർട്ടി എന്തെല്ലാമെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ് പ്രോപ്പർട്ടി അല്ല, പേഴ്സണൽ ഇഫക്റ്റ് പ്രോപ്പർട്ടി അല്ല. പക്ഷേ പേഴ്സണൽ ഇഫക്റ്റ് തന്നെയും കുറച്ച് ഐറ്റംസ് പേഴ്സണൽ ഇഫക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇനി റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഇന്ത്യ. അപ്പോൾ റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശം, അതുപോലെ തന്നെ അർബൻ എന്ന് പറഞ്ഞാൽ നഗരപ്രദേശം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്, റൂറലായിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡ് എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡ് നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ അതെന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തത് കൊണ്ട് അത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗെയിന് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എന്ത് ചെയ്യില്ല? ടാക്സ് ചെയ്യില്ല. അപ്പോൾ എന്താണ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അർബൻ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കണം. അപ്പോൾ അർബൻ അഗ്രികൾച്ചർ ഏരിയ എന്താണെന്നുള്ളത് ഇൻകം ടാക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ഡെഫിനിഷൻ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. യു ക്യാൻ പോസ് ദ വീഡിയോ, യു ക്യാൻ റീഡ് ഇറ്റ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാനത് ഡിസ്കസ് ചെയ്ത് സമയം കളയാൻ നിൽക്കുന്നില്ല. അപ്പോൾ അർബൻ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡിനെ പറയുന്ന പേരാണ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. അർബൻ ഏരിയ അല്ലാത്ത ഏരിയനെ പറയുന്ന പേരാണ് റൂറൽ ഏരിയ. ഈ റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡാണ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്. അപ്പോൾ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എന്തല്ല എന്ന് പറയുന്നുണ്ട്? ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് അല്ല എങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്താൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവില്ല. പക്ഷേ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്താൽ എന്തുണ്ടാവും? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. പിന്നെ സ്പെസിഫൈഡ് ഗോൾഡ് ബോണ്ട്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്, ഇതൊക്കെ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന സ്പെസിഫിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസുകളാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസും എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിനും എന്തല്ല? നമ്മൾ ടാക്സ് ചെയ്യൂല. അപ്പോൾ നമ്മളിവിടെ എത്രയേ പറഞ്ഞുള്ളൂ? സെക്ഷൻ 45 ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താലുണ്ടാവുന്ന ഗെയിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹെഡിൽ ടാക്സ് ചെയ്യുക. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ്? നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു സെക്ഷൻ 214. ആ സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത കുറച്ച് ഐറ്റംസിന് പറഞ്ഞു. സ്റ്റോക്ക് ഇൻ ട്രേഡ്, പേഴ്സണൽ ഇഫക്റ്റ്, റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്, സ്പെസിഫൈഡ് ഗോൾഡ് ബോണ്ട്, ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം, ഈ 4-5 ഐറ്റംസിന് നമ്മൾ പറഞ്ഞു.
പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ സെല്ല് ചെയ്യുന്നതാണ് എന്ത് ആക്ച്വലി ട്രാൻസ്ഫർ. സെക്ഷൻ 247 ട്രാൻസ്ഫറിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക? ഈ അസറ്റ് നിങ്ങൾ മറ്റൊരാൾക്ക് സെല്ല് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. അപ്പോൾ ആ സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രാൻസ്ഫർ എന്ന് പറയാം. എന്നാൽ നിങ്ങൾ സ്വന്തം സെല്ല് ചെയ്യൽ മാത്രമല്ല ക്യാപിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വേറെയും കുറേ ഐറ്റംസ് എന്ത് ചെയ്യും? ഇൻക്ലൂഡഡ് ആണ്. ആ ഡെഫിനിഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് ട്രാൻസ്ഫർ ഇൻക്ലൂഡ്സ്. ഇതൊരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് നമ്മൾ കണക്കാക്കപ്പെടും? ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെയിൽ എക്സ്ചേഞ്ച്. പ്രൊഡക്റ്റ് സെല്ല്, ഒരു ഐറ്റം, ഒരു ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ മറ്റൊരാൾക്ക് വിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക. പഴയ കാർ കൊടുത്ത് പുതിയ കാർ വാങ്ങുക. അപ്പോൾ കാറ് പേഴ്സണൽ മൊബൈൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഓൾറെഡി അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ നിങ്ങൾ കാർ എക്സ്ചേഞ്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബിസിനസ്സിൻ്റെ കാർ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും? അത് പ്രശ്നമാണ്. കാരണം അത് പേഴ്സണൽ മൊബൈൽ പ്രോപ്പർട്ടി അല്ല, അത് ബിസിനസ് മൊബൈൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച്. പിന്നെ റിലിംഗ്വേഷ്മെൻറ്റ് ഓഫ് അസറ്റ്. റിലിംഗ്വേഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോളണ്ടറി നമ്മൾ വേണ്ടാന്ന് വെക്കുക ഒരു അസറ്റ്. അത് സെയിൽ പോലെയൊക്കെ തന്നെ. നമ്മളൊരു അസറ്റ് വേണ്ടാന്ന് വെക്കുക, ഒരു ഐറ്റം വേണ്ടാന്ന് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുക, അതേപോലെ തന്നെ ഈക്വൽ ആണല്ലോ. പിന്നെ എക്സ്റ്റിങ്വിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് ദെയറിൻ. നിങ്ങൾ ഫയർ എക്സ്റ്റിങ്വിഷർ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഏതെങ്കിലും ഒരു അസറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതൊന്നും ഡീപ്പായിട്ട് പഠിക്കാൻ നിൽക്കുന്നില്ല, അത് നിങ്ങൾക്കൊന്നും വരുന്ന കേസല്ല. എനിവേ മനസ്സിലാക്കി, എക്സ്റ്റിങ്വിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് ദെയറിൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അസറ്റിൽ നമുക്കുള്ള അവകാശം നമ്മൾ വേണ്ടാന്ന് വെക്കുക. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഒരു അസറ്റിൽ നിങ്ങൾക്കുള്ള അവകാശം വേണ്ടാന്ന് വെക്കുക? നിങ്ങൾക്കൊരു ഫോർ എക്സാമ്പിൾ നിങ്ങളത് സെല്ല് ചെയ്യുമ്പോഴാണ്, അത്രേ ഉള്ളൂ. ദെൻ കമ്പൽസറി അക്വസിഷൻ ദെയർ ഓഫ് അണ്ടർ എനി ലോ. ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പൽസറി അക്വസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ സൈഡിലൂടെ എല്ലാം റോഡുണ്ട്. അപ്പോൾ ആ റോഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥലം വന്നിട്ട് ഗവൺമെൻറ് നിങ്ങളെ നിർബന്ധിപ്പിച്ച് നിങ്ങളെ ചട്ടി കലോ പാത്രം എടുത്ത് റോഡിലെടുത്ത് എറിഞ്ഞ് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ആ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് നിങ്ങൾക്കൊരു പൈസ തന്നു. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കമ്പൽസറി അക്വസിഷൻ. നിർബന്ധിച്ച് നിങ്ങളെ ഇറക്കി വിട്ടിട്ട് സ്ഥലം ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാലും അത് ആരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അച്ഛൻ ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ അമ്മ ലോൺ എടുത്തിട്ട് അടക്കാഞ്ഞിട്ട് കുമാരേട്ടൻ വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കേസല്ല കേട്ടോ പറഞ്ഞ്. ഗവൺമെൻറ്റാണ് അണ്ടർ എനി ലോൺ കേട്ടോ കമ്പൽസറി അക്വസിഷൻ. ആ സമയത്ത് നിങ്ങൾക്ക് വല്ല പൈസയും കിട്ടിക്കഴിഞ്ഞാൽ അതും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? നമ്മൾ ട്രാൻസ്ഫർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസ് സെക്ഷൻ 28 PGBP നമ്മൾ നമ്മൾ ചാർജിങ് സെക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ്. സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ അസറ്റാക്കി മാറ്റിയാൽ, നമ്മൾ ഫർണിച്ചർ മാർട്ടിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ വിൽക്കാൻ പറ്റിയ ഡൈനിങ് ടേബിൾ എടുത്തിട്ട് ഓഫീസിലിട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, ഓർമ്മയല്ലേ? ഓഫീസ് ടേബിൾ എടുത്തിട്ട് ഓഫീസ് റൂമിലിട്ടു. അതേപോലെ അപ്പോൾ അത് സ്റ്റോക്ക് ക്യാപിറ്റൽ അസറ്റ് ആവലായിരുന്നു. ഇത് ക്യാപിറ്റൽ അസറ്റ് എന്തായി മാറുക? സ്റ്റോക്കായിട്ട് മാറുക. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതും എന്താണ്? ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അപ്പോൾ രണ്ട് മാറലുകളുണ്ട് ഇവിടെ. ഏതൊക്കെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പക്ഷേ അത് മാത്രമല്ല, നിങ്ങൾക്ക് എക്സാമിനും ഈ ഏരിയയിൽ നിന്ന് ചോദ്യം വരും. അപ്പോൾ യു ഷുഡ് ബി ഹാവിങ് എ തറോ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ സ്റ്റോക്ക് ഇൻ ട്രേഡും കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻ ടു ക്യാപിറ്റൽ അസറ്റും. അപ്പോൾ ഈ രണ്ട് ഐറ്റം വരുമ്പോൾ ഏതാണ് ദൈവമേ ഏത് ഹെഡിൽ ടാക്സ് ചെയ്യാന്നുള്ളത് വലിയൊരു കൺഫ്യൂഷൻ മാറ്ററാണ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആവുന്നുണ്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് ആവുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതിൽ എങ്ങോട്ട് പോകുമ്പോഴാണ് PGBP, എങ്ങോട്ട് പോകുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഓർത്ത് വെക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ഐ ടെൽ യു. നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് ക്യാപിറ്റൽ അസറ്റ് ആയി മാറുന്നത്. എവിടെ നിന്നാണ് പോകുന്നത് നോക്കുക. സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറുമ്പോൾ ഇത് ആക്ച്വലി സ്റ്റോക്കായിട്ട് വിൽക്കേണ്ട ഐറ്റം ആയിരുന്നു, അതാണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ സ്റ്റോക്കായിട്ട് ഇത് സോഴ്സ് എവിടുന്ന? സ്റ്റോക്കാണ്. സ്റ്റോക്ക് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുക? PGBP ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി PGBP ഇൻകമായിട്ട് വിൽക്കേണ്ട ഐറ്റം ആയിരുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറിയത്. അങ്ങനെയെങ്കിൽ അതെന്താണ്? PGBP ആണ്. നേരെ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? ക്യാപിറ്റൽ അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണ് ഉണ്ടാവുക. അതിന് പകരം നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് സോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റാണ്, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് ഏത് ഇൻകം വരിക? നമുക്ക് ക്യാപിറ്റൽ ഗെയിനെ വരിക. എപ്പോഴും സോഴ്സിലോട്ട് നോക്കുക, എവിടെ നിന്നാണ് മാറുന്നത്? സ്റ്റോക്ക് ക്യാപിറ്റൽ അസറ്റായിട്ട് മാറുക. എന്താണ് മാറുന്നത്? സ്റ്റോക്കാണ്. അപ്പോൾ PGBP. അതുപോലെ തന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ PGBPൻ്റെ ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് എന്തായിട്ട് മാറുക? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറുമ്പോൾ സോഴ്സ് ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ സോഴ്സ് ഏതാണ്? ക്യാപിറ്റൽ ഗെയിനാണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനാണ് എന്ത് ചെയ്യുക? ടാക്സ് ചെയ്യുക. ഇനി മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ട് എന്താണെന്നല്ല നമ്മൾ PGBPൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു. ഹ്യൂജ് ഡിസ്കൗണ്ട് എടുത്ത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്യൂവിന് ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ്. ആ ബോണ്ട് മെച്യൂരിറ്റിയിൽ റെഡീം ചെയ്യുന്ന സമയത്ത് ബോണ്ട് ഹോൾഡർക്ക് എമൗണ്ടൊക്കെ കിട്ടും. അതും എന്തുതന്നെയാണ്? ക്യാപിറ്റൽ അസറ്റാണ്. പിന്നെ പാർട്ട് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ ഒരു സെല്ല് ചെയ്യുന്ന കോൺട്രാക്റ്റിൽ ഒരാൾ ലാൻഡ് വിറ്റു, മറ്റാൾ പൈസ കൊടുത്തു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് പെർഫോം ചെയ്താലും അതും ട്രാൻസ്ഫർ തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ,
ഇനി there are certain type of transactions which have the effect of transferring or enabling the enjoyment of an immobile property എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാൻ പൊസഷൻ കിട്ടുകയാണെങ്കിൽ ആ പൊസഷനും ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതും അങ്ങനെ നമുക്ക് എൻജോയ്മെൻറ്റിന് വല്ല ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കിട്ടുകയാണെങ്കിലും അതും ട്രാൻസ്ഫർ തന്നെ. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് ഏതാ നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ഏതൊക്കെ ക്യാപിറ്റൽ അസറ്റാണ്, ഏത് ക്യാപിറ്റൽ അസറ്റ് അതല്ല എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ ക്യാപിറ്റൽ അസറ്റ് എടുത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ, അപ്പോൾ എന്താ ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചു. ട്രാൻസ്ഫർ, സെയിൽ, എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ്, റീലിങ്ക്വിഷ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ZGB നമ്മൾ റിഡീം ചെയ്യുക, അതുപോലെ പാർട്ട് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്, കമ്പൽസറി അക്വിസിഷൻ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രാൻസ്ഫറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് സെക്ഷൻ 45 പ്രകാരം ഏത് ഹെഡിൽ നമ്മൾ ടാക്സ് ചെയ്യും, ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇൻട്രോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആണെങ്കിൽ നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേറെ സ്മൂത്ത് ആയിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ സ്ഥലം വിറ്റു, അല്ലെങ്കിൽ ബിൽഡിങ് വിറ്റു, അല്ലെങ്കിൽ ഇങ്ങനത്തെ, അല്ലെങ്കിൽ ഷെയർ വാങ്ങിയിട്ട് നമ്മൾ വിറ്റു. ഇതൊക്കെ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഗെയിന് അല്ലെങ്കിൽ ഗെയിനാണ് നമ്മളിപ്പോൾ ക്യാപിറ്റൽ ഗെയിനിലെ ഹെഡിൽ നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇനി ഞാൻ പറയേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ ജസ്റ്റ് ഒരു 6 മാസം മുന്നേ വാങ്ങിയ ഒരു സ്ഥലം ഞാനിപ്പോൾ വിറ്റു. ഒരു 16 കൊല്ലം മുന്നേ ഞാൻ വാങ്ങിയ ഒരു സ്ഥലം ഞാനിപ്പോൾ വിറ്റു. അപ്പോൾ ഈ 2 സ്ഥലങ്ങൾ ഞാൻ വിൽക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥലം 1, ലാൻഡ് 1 ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്തത് എൻ്റെ കൈവശം വച്ച് വെറും 6 മാസമാണ്. പക്ഷേ ലാൻഡ് 2 ഞാൻ കൈവശം വച്ച 16 വർഷമാണ്, 16 ഇയേഴ്സ് അല്ലേ. അപ്പോൾ 16 വർഷത്തെ കണക്ക് നമ്മുടെ 500 പറയുന്നില്ലേ. ഓക്കെ, അതേപോലെ അപ്പോൾ 16 വർഷത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, സെല്ല് ചെയ്തത്. അപ്പോൾ ഈ 2 പ്രോപ്പർട്ടിക്ക് ഒരു വ്യത്യാസമുണ്ട്. സെല്ല് ചെയ്യുമ്പോൾ എനിക്ക് ഒരേപോലെ വിലയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ലാൻഡ് 1 എന്ത് സ്ഥലമാണ് വിലയാണ് കിട്ടിയത്, അതേപോലെയൊക്കെ തന്നെ ലാൻഡ് 2 കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ലാൻഡ് 1 ഞാൻ കുറച്ച് കാലമേ ഞാൻ കൈവശം വെച്ചിട്ടുള്ളൂ, ലാൻഡ് 2 ഞാൻ ഒരുപാട് കാലം കൈവശം വെച്ചു. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എത്ര കാലം കൈവശം വെച്ചു എന്നുള്ളതിൽ നമ്മൾ പറയുന്ന പേരാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ്. അപ്പോൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കുറവാണ് ലാൻഡ് 1, പീരീഡ് ഓഫ് ഹോൾഡിംഗ് വളരെ കൂടുതലാണ് ലാൻഡ് 2. അപ്പോൾ നമ്മൾ ഈ 2 ലാൻഡ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിൻ ഉണ്ടാവുക അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുക. അപ്പോൾ ഈ 2 ലാൻഡിൻ്റെയും സെയിലിനെ ഞാൻ ഒരേപോലെ കൺസിഡർ ചെയ്തിട്ട് അതിന്മേൽ ഞാൻ ഒരേപോലെ ടാക്സ് ചെയ്യുന്നത് വളരെ ഫെയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദാറ്റ് ഈസ് ഫെയർ ആണ് നിങ്ങൾ പറഞ്ഞാലും അത് ഫെയർ അല്ല. കാരണം അത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ലാൻഡ് 1 കുറവാണ്, പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്താണ്, കൂടുതലാണ്. അപ്പോൾ ഈ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഡിഫറൻ്റ് ആണ് ഇൻകം ടാക്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാപിറ്റൽ അസറ്റിനെ പീരീഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ബേസിൽ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്നറിയോ? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് 1 STCA, സെക്കൻഡ് 1 LTCA. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫോമൊക്കെ പറയാം, എക്സാമിനെടുത്ത് ഷോർട്ട് ഫോം എടുത്ത് മിന്നാൻ നിൽക്കേണ്ട, 8 16 പണി കിട്ടും. ഓക്കെ, അപ്പോൾ STCA എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്, LTCA എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് ലോങ് ടേമെന്നും ഷോർട്ട് ടേമെന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? പീരീഡ് ഓഫ് ഹോൾഡിംഗ്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് വിൽക്കുന്നത് വരെ നമ്മൾ എത്ര കാലം ഇത് നമ്മുടെ കൈവശം വച്ചു എന്നത് പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുക, പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റിന് 2 ടൈപ്പായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? നമുക്ക് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് സെല്ല് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, 2 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 2 പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ടേം എന്നും ലോങ് ടേം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നുള്ളതും നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് പീരീഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ബേസിലാണ്. ഇനി ഏതൊക്കെ അസറ്റ് എത്ര കാലം ഞാൻ കൈവശം വെച്ചാലാണ് ഷോർട്ട് ടേം ആവുക ലോങ് ടേം ആവുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട് അല്ലേ, ഇതെല്ലാം സെക്യൂരിറ്റീസാണ്. സെക്യൂരിറ്റി അതർ ദാൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, യൂണിറ്റ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി, യൂണിറ്റ് അല്ലാതെ സെക്യൂരിറ്റി അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആവണം. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് നമ്മളിപ്പോൾ ഫ്രാങ്ക്ലിൻ ഡി എന്നൊക്കെ ടെമ്പിൾട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് എന്താ പറയുക, ബ്രേക്കായ ഒരു സ്റ്റോറിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ അവർ ബ്രേക്ക് ആയത് ഡെറ്റ് ഫണ്ടാണ്. അതേപോലെ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ഉണ്ടാവും. ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോട്ട് കൊടുത്ത പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യുക കമ്പനീസിൻ്റെ ഇക്വിറ്റി ഷെയറിലാണ്, അല്ല ഡെപ്റ്റ് ഷെയറിലല്ല, ഡെപ്റ്റ് ഡിബെഞ്ചറിലല്ല. ഡിബെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഓറിയൻറ്റഡ് ഫണ്ടാവും. ഓക്കെ, അപ്പോൾ ഷെയർ, ലിസ്റ്റ് ചെയ്ത ഷെയർ, അതുപോലെ തന്നെ ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റ് അല്ലെങ്കിൽ UTIൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് കേട്ടോ. അതുപോലെ തന്നെ സീറോ കൂപ്പൺ ബോണ്ട് നമുക്കറിയാം. ഈ 3 അസറ്റിൻ്റെ കേസിൽ പീരീഡ് ഓഫ് ഹോൾഡിങ്, അസറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് 12 മാസമോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 1 ഇയർ ഓർ ലെസ്
ലെസ് ദാൻ ആണ് നമ്മൾ ഹോൾഡ് ചെയ്തെങ്കിൽ നമ്മുടെ അസറ്റ് STC ആയിരിക്കും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. അതല്ല 1 ഇയറിനേക്കാളും കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആവും. അപ്പോൾ നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ബേസിലാണ് ഒരു അസറ്റിനെ ഷോർട്ട് ടൈം എന്നും ലോങ് ടൈം എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റും സീറോ കൂപ്പൺ ബോണ്ടും 1 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിൽ താഴെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ, സെല്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൈവശം വെക്കുന്നതെങ്കിൽ അത് എന്ത് അസറ്റാണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. 1 വർഷത്തേക്കാളും കൂടുതലാണെങ്കിൽ ഏതാണുള്ളൂ, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. ഇനി നമ്മുടെ അസറ്റ് ലിസ്റ്റഡ് ഷെയർ അൺലിസ്റ്റഡ് ഷെയർ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. അൺലിസ്റ്റഡ് ഷെയർ ആണ്, അല്ലെങ്കിൽ ലാൻഡ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആണെങ്കിൽ നമ്മുടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 24 മാസമോ അതിനേക്കാളും കുറവാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ 2 വർഷമോ അതിനേക്കാളും കുറവാണെങ്കിൽ അത് ഷോർട്ട് ടൈം ആണ്. അതല്ല 2 വർഷത്തേക്കാളും കൂടുതലാണെങ്കിൽ അതെന്താണ്, ലോങ് ടൈം ആണ്. ഇനി ഇതല്ലാത്ത എല്ലാ അസറ്റും, അതിന് ഓരോന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കേസിൽ നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 36 മാസം എന്ന് പറഞ്ഞാൽ 3 വർഷമോ അതിൽ താഴെയോ ആണെങ്കിൽ ഷോർട്ട് ടൈം, അതല്ല 36 മാസത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് ലോങ് ടൈം ആയിരിക്കും. അപ്പോൾ 3 രീതിയിൽ 3 ക്ലാസ് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഷോർട്ട് ടൈം എന്നും ലോങ് ടൈം എന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, തരംതിരിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് പേർക്ക് 12 മാസമാണ്. 12 മാസത്തേക്കാൾ കുറവാണെങ്കിൽ ഷോർട്ട് ടൈം, കൂടുതലാണെങ്കിൽ ലോങ് ടൈം. ആ കാറ്റഗറിയിൽ വരുന്ന ആരൊക്കെയാണ്, ഷെയർ, ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, അതുപോലെ തന്നെ ZGB. രണ്ടാമത്തെ കാറ്റഗറിയിൽ 2 വർഷമാണ്. 2 വർഷം വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം ആണ്, 2 വർഷത്തിന് അപ്പുറം ലോങ് ടൈം ആണ്. അതിൽ വരുന്ന ആളുകൾ അൺലിസ്റ്റഡ് ഷെയറും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് ഇതല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഓറിയൻറ്റഡ് ഫണ്ട് ഉണ്ടാവുക, അൺലിസ്റ്റഡ് ഷെയർ ഉണ്ടാവുക, അതുപോലെ തന്നെ അതർ ക്യാപിറ്റൽ അസറ്റ്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി പഠിച്ച് മൂന്നാമത്തെ കാറ്റഗറി പിന്നെ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സ് ആണ്. 3 ഇയേഴ്സിൻ്റെ താഴെയാണെങ്കിൽ ഷോർട്ട് ടൈം, 3 ഇയേഴ്സിൻ്റെ മുകളിലാണെങ്കിൽ ലോങ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എത്ര ഉള്ളൂ. ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് പറഞ്ഞു, ട്രാൻസ്ഫർ എന്താ പറഞ്ഞു, 2 ടൈപ്പ് ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, പീരീഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ബേസിലാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിങ്ങിനെ നമ്മൾ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസറ്റ് ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം. അപ്പോൾ ഷോർട്ട് ടേം അസറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തുണ്ടാവുക, ലോസ് ഉണ്ടാവുക. അപ്പോൾ ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റിനെ പറഞ്ഞ പേരാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതല്ല ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ് നിങ്ങൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക, എയ്തർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതുണ്ടാവുക, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുക. അതുപോലെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവുക, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ഏതുണ്ടാവുക, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ 2018 ഏപ്രിലിൽ ഞാനൊരു ലാൻഡ് മേടിച്ചു. ലാൻഡ് ഞാൻ വാങ്ങിയത് 2 lakh rupees-നാണ്. ഞാൻ 2019 ഏപ്രിലിൽ എന്ന് പറഞ്ഞാൽ 1 ഇയറിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ആ ലാൻഡ് ഞാൻ വിറ്റു 3 ലക്ഷത്തിന്. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, സെക്കൻഡ് കാറ്റഗറിയിലാണ്. എന്ന് പറഞ്ഞാൽ 24 മാസത്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്താൽ മാത്രമേ ലോങ് ടേം ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ എത്ര മാസം ഹോൾഡ് ചെയ്ത്, 2018 വാങ്ങിയിട്ട് 2019 ഏപ്രിൽ വരെ ഞാൻ ഹോൾഡ് ചെയ്ത് ഓൺലി 1 ഇയറാണ്. അപ്പോൾ ഇതേത് അസറ്റാണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ ഞാൻ വാങ്ങിയത് കോസ്റ്റ്, എൻ്റെ വാങ്ങാനുള്ള ചിലവായ കോസ്റ്റ് 2, അതുപോലെ വിറ്റത് 3. അപ്പോൾ എനിക്ക് ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, പ്രോഫിറ്റ് ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലോ ഇത്, അപ്പോൾ ഇത് ഏത് പ്രോഫിറ്റാണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. എത്ര, 1 lakh. ഇതേ രീതിയിലാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ആക്ട് പറയുന്നത് സെക്ഷൻ 48 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടതെന്നില്ലാണ്. ഫസ്റ്റ് വൺ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ 3 lakh എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അസറ്റ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട്, അതാണ് എന്ത്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി ചിലവായ എക്സ്പെൻസസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ലാൻഡൊക്കെയാണ് വിൽക്കുന്നതെങ്കിൽ നമുക്കൊരു ബ്രോക്കറേജ് ഒക്കെ ചിലവാകാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 5 ലക്ഷത്തിന് ഞാൻ സ്ഥലം വിറ്റു, പക്ഷേ 10,000 രൂപ ബ്രോക്കറേജ് കഴിച്ചു, ബാക്കി 4,90,000 എനിക്ക് കിട്ടിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 5 lakh ആണ്, പക്ഷേ ആ ബ്രോക്കറേജ് 10,000 എനിക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ നെറ്റ് കൺസിഡറേഷൻ എത്ര വരിക, എൻ്റെ നെറ്റ് കൺസിഡറേഷൻ 4,90,000 ആണ് വരിക. പിന്നെ ഈ 4,90,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് അക്വസിഷൻ, COA. കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവായ പൈസ, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി, ഈ ക്യാപിറ്റൽ അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവായ പൈസയാണ് ഞാൻ എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് അക്വസിഷനായിട്ട് ഞാൻ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. കോസ്റ്റ് ഓഫ് അക്വസിഷൻ മാത്രം പോരാ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സ്ഥലം വാങ്ങിയത്, ഞാൻ ആ സ്ഥലം വാങ്ങിയതിന് ശേഷം ഞാൻ ആ സ്ഥലത്തിൽ എന്ത് ചെയ്തു, ഞാൻ ഒരു മതിൽ കെട്ടി. അപ്പോൾ അക്വസിഷൻ ചെയ്ത സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആ അസറ്റിന് ഞാൻ എന്ത് നടത്തി, മതിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ ഫെൻസിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, അതിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തി. അപ്പോൾ അക്വസിഷൻ നടത്തിയതിന് ശേഷം ആ അസറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ എക്സ്പെൻസ് ചിലവാക്കുന്നോ ആ എക്സ്പെൻസിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇമ്പ്രൂവ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. അല്ലെങ്കിൽ ആ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ ചിലവായ പൈസയാണ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഈ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ടാണ് എന്ത്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ വരവ്.
അതിൽ നിന്നും ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിലവായ എല്ലാ എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സോ ഇതാണ് നമ്മൾ സെക്ഷൻ 48 പ്രകാരം നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന ഫോർമാറ്റ്. ഒന്നും കൂടെ പറയാം, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക, സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക, നെറ്റ് കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കി എമൗണ്ടാണ് എന്ത്? ക്യാപിറ്റൽ ഗെയിൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അസറ്റ് ഷോർട്ട് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഏതായിരിക്കും? STCG ആയിരിക്കും. അസറ്റ് ലോങ് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഏതായിരിക്കും? LTCG ആയിരിക്കും. ഇനി ഇൻഡെക്സേഷൻ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ തിങ് ആണ്. ഇൻഡെക്സേഷൻ മുതലാണ് പലർക്കും ക്യാപിറ്റൽ ഗെയിനിൻ്റെ എന്താ പറയുക വജ്രഭാവം ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്റർ കൈവെള്ളയിൽ നിന്നും നഷ്ടപ്പെടാൻ സാധാരണ തുടങ്ങാറ്. അപ്പോൾ അതുകൊണ്ട് ഐ വാണ്ട് യു നമ്മുടെ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ 2018 ഏപ്രിലല്ലേ നമ്മൾ ഈ അസറ്റ് വാങ്ങിയത്. ഇതിന് പകരം ഞാൻ ഈ അസറ്റ് വാങ്ങിയത് ഫോർ എക്സാമ്പിൾ ഞാനൊരു 50,000 രൂപയ്ക്ക് വാങ്ങി, ഞാനതൊരു 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? വിറ്റു. ഓക്കെ. 2019 ഏപ്രിലാണ് ഞാൻ വിറ്റത്. ഞാൻ വാങ്ങിയത് എന്താണെന്നറിയോ? 2008 ഞാൻ വാങ്ങിയത്. എന്ന് പറഞ്ഞാൽ 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ അസറ്റ് ഞാൻ വിൽക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലെയിനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ പ്രകാരം ഞാനിവിടെ ക്യാപിറ്റൽ ഗെയിൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ ഞാൻ കാണാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ്. എങ്ങനെ കാണുക? നമുക്കറിയാം നമ്മുടെ 3 ലാഖാണ് നമ്മളെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ബ്രോക്കറേജ് ഒന്നുമില്ല, മൈനസ് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ 50,000, ബാക്കി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 2,50,000. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിലൊരു ട്രാപ്പ് ഉണ്ട്. എന്താ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ 50,000 രൂപയ്ക്ക് എന്ത് നമ്മൾ വാങ്ങിയതോ, അല്ലെങ്കിൽ പണ്ടത്തെ ആ 2008 50,000 വിലയല്ല ഇന്നത്തെ 50,000 വില എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ 50,000 അല്ലെങ്കിൽ ഇപ്പോഴത്തെ 3 ലക്ഷം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ 3 ലക്ഷത്തിന് അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് 2008 നമ്മൾക്ക് 50,000 രൂപ ചിലവായാൽ ആ 50,000 ഇന്നത്തെ വാല്യൂ എന്താണ് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ 50,000 ഇന്നത്തെ ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്താണ് ഇതിൽ നമ്മൾ നോക്കുക. നമുക്കറിയാം നമുക്ക് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന കാരണം അന്ന് 50,000 രൂപ എന്തായിരുന്നോ അതിനേക്കാളും വലിയ എമൗണ്ടാണ് അന്നത്തെ 50,000 ഈക്വലൻ്റ് ആയ ഇന്നത്തെ എമൗണ്ട്. അത് കാണുന്നതിനെ പറയുന്ന പേരാണ് ഇൻഡെക്സേഷൻ. ഈ ഇൻഡെക്സേഷൻ നമ്മൾ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വലിയ ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴാണോ ചെറിയ ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴാണോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരിക? ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 ഇയറിനുള്ളിൽ വിറ്റു, അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വിറ്റു. അപ്പോൾ ഇവിടെ വലിയ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇൻഡെക്സേഷൻ നമ്മൾ ചെയ്യുക ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡെക്സേഷൻ ചെയ്യുക. അപ്പോൾ ഇൻഡെക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഇയറിനും 2001-2 മുതൽ ഓരോ ഇയറിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CII എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പോൾ ആ ഒരു ഇൻഡെക്സിൻ്റെ ടേബിളൊന്നും കണ്ടിട്ട് മനക്കൊട്ട കെട്ടാൻ നിൽക്കേണ്ട. ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസിൽ എന്താ പറയുക നമുക്ക് തരും. ക്വസ്റ്റ്യൻ വിൽ ടെൽ യു വാട്ട് ഈസ് ദ CII. അപ്പോൾ CII എന്ന് പറഞ്ഞാൽ 2008-9 അല്ലെങ്കിൽ 2008 ഞാൻ വാങ്ങിയെങ്കിൽ 2008-9 വിചാരിക്കുക, 2007-8 അല്ല, 2008-9 CII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 137. ഓക്കെ. ഞാൻ ട്രാൻസ്ഫർ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019-20 അന്നത്തെ CI എന്ന് പറഞ്ഞാൽ 289 289 നിങ്ങൾ കൺഫേം ചെയ്യണം കേട്ടോ. 289. ഇനി CIനെ പറ്റി നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, അത് നമുക്ക് കിട്ടും, ഡോണ്ട് വറി. ഓക്കെ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ കിട്ടിയ കൺസിഡറേഷൻ 3 ലാഖാണ്. അതുപോലെ തന്നെ കോസ്റ്റ് എത്രയാണ്? 50,000 ഈ കോസ്റ്റ് നമുക്കറിയാം 2008 കോസ്റ്റാണ്. ആ 2008 കോസ്റ്റിനെയാണ് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഈ വർഷത്തെ അല്ലെങ്കിൽ 2019 കോസ്റ്റിലോട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരിക നമ്മൾ എന്താ ചെയ്യുക? ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CII വെച്ചാണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് കാണുന്നതിനെ പറയുന്ന പേരാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ്. എന്ത് കോസ്റ്റ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ 50,000 വെറും കോസ്റ്റ്. ഈ 50,000 ഇൻഡെക്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ 50,000 കൂടുകയോ കുറയോ? ഉറപ്പായിട്ടും കൂടും. അങ്ങനെ കൂടുന്ന ഒരു കോസ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ഈ 50,000 നമ്മൾ എങ്ങനെ ഇൻഡെക്സ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ, 50,000 ഇൻറ്റു നമുക്കറിയാം ഇത് നമ്മൾ 80,000 ഇൻറ്റു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ. CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഏതാണ്? 289 ഡിവൈഡഡ് ബൈ CII ഫോർ ദ ഇയർ ഓഫ് പർച്ചേസ്. CII ഫോർ ദ ഇയർ ഓഫ് പർച്ചേസ് എത്ര? 137. അപ്പോൾ നമുക്ക് കിട്ടി 1,05,474 ആണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ 2008 50,000 ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,05,474 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാണുക, പിന്നെ
ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 3 lakh മൈനസ് 50,000 അല്ല, 3 lakh മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷനായ 1,05,474. അപ്പോൾ നമ്മൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എത്ര ആയിരിക്കും? ഏത് ക്യാപിറ്റൽ ഗെയിൻ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. കാരണം നമ്മുടെ ലാൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് 2 വർഷത്തിനേക്കാളും കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയില്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇയറിലാണോ നമ്മൾ വാങ്ങിയത് ആ ഇയറിൻ്റെ CII എടുക്കുക. ഏത് ഇയറിലാണോ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ സെല്ല് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ആ ഇയറിൻ്റെ CII എടുക്കുക. എന്നിട്ട് ആ കോസ്റ്റ് 50,000 ഇൻറ്റു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ, വിറ്റ വർഷത്തെ CII നോട്ട് ഇൻറ്റു ചെയ്യുക, നമ്മൾ വാങ്ങിയ വർഷത്തെ CII നോട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതാണ് എന്ത്? അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോസ്റ്റിനെ പറഞ്ഞ പേരാണ് കോസ്റ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല പഠിക്കുമ്പോൾ ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ ഫോർമുല പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫറിനോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഡിവൈഡ് ചെയ്തിട്ട് CII ഫോർ ദ ഇയർ ഓഫ് പർച്ചേസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 50,000-നേക്കാളും കുറവ് കോസ്റ്റാണ് കിട്ടുക, ഇൻഡെക്സ്ഡ് കോസ്റ്റാണ് കിട്ടുക. അപ്പോൾ എപ്പോഴും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ആരെക്കാളും വലുതായിരിക്കും? കോസ്റ്റിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ വെറും കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും ഇൻഡെക്സ്ഡ് കോസ്റ്റ്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഡെക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റിൻ്റെ പോലെ തന്നെ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമ്മൾ ഏതും കൂടെ ഇൻഡെക്സ് ചെയ്യണം. നമ്മൾ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും നമ്മൾ എന്ത് ചെയ്യും? ഇൻഡെക്സ് ചെയ്യും. അപ്പോൾ ഇൻഡെക്സ് ചെയ്യുക CII വെച്ചാണ്. CII നമുക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ തരും. ഫൈൻ. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റിന് അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് കാണുന്ന ഞാനൊരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മോർ എക്സാമ്പിൾസ് വിൽ കം. ദാറ്റ് ടൈം യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മേക്ക് ഇൻഡെക്സേഷൻ. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇൻഡെക്സേഷൻ നമ്മൾ ചെയ്യുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന് മാത്രം. ഇൻഡെക്സേഷൻ നമ്മൾ കോസ്റ്റിനാണ് ചെയ്യുക. ഇൻഡെക്സേഷൻ്റെ ഫോർമുല ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻറ്റു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ CII ഫോർ ദ ഇയർ ഓഫ് പർച്ചേസ്. നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഉറപ്പായിട്ടും കോസ്റ്റ് കൂടുകയോ ചെയ്യുക കുറയുകയോ ചെയ്യുക. കോസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ, കോസ്റ്റ് എന്ത് ചെയ്യൂല? കുറയൂല. നെക്സ്റ്റ്, ഇനി നമ്മൾ അസറ്റ് നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യൂല കുറച്ച് കാറ്റഗറി ഓഫ് അസറ്റിന്. ആ അസറ്റുകളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർ STT പേ ചെയ്ത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ വാങ്ങിയിട്ട് വിൽക്കുകയാണെങ്കിൽ നമ്മൾ അത് ലോങ് ടേം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഇൻഡെക്സേഷൻ ചെയ്യരുത്. അതുപോലെ തന്നെ ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റ്, ബിസിനസ് ട്രസ്റ്റിൻ്റെ യൂണിറ്റ് STT പെയ്ഡ് നമ്മൾ വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റും നമ്മൾ എന്ത് ചെയ്യരുത്? STT പെയ്ഡ് ആയിട്ടാണ് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അത് ഇൻഡെക്സ് ചെയ്യരുത്. അതുപോലെ തന്നെ ബോണ്ട് ഡിബെഞ്ചർ ഇൻഡെക്സ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളൊരു NRIൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ഏത് ടൈപ്പ് ഗെയിൻ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഡെക്സേഷൻ ചെയ്യാൻ പാടില്ല. പക്ഷേ NRIൻ്റെ കേസിൽ ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ടും അതുപോലെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഈ ടൈപ്പ് ബോണ്ടാണ് പുള്ളി വാങ്ങുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡെക്സേഷൻ ചെയ്യാൻ പറ്റുന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് അക്വസിഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ സിമ്പിളായി നമ്മൾ പറഞ്ഞു. നമ്മൾ ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായ എല്ലാ ടൈപ്പ് പൈസയും കൂടെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ. അപ്പോൾ നിങ്ങളൊരു സ്ഥലം വാങ്ങുകയാണെങ്കിൽ ആ സ്ഥലം വാങ്ങാൻ വേണ്ടി നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ ഓണർക്ക് കൊടുത്ത പൈസ, അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജ്, ബ്രോക്കറേജ് കമ്മീഷൻ, അതുപോലെ തന്നെ നോക്കുകൂലി, വാക്കുകൂലി, അങ്ങനെ എന്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? കോസ്റ്റ് ഓഫ് അക്വസിഷനാണ്. സെക്ഷൻ 55 ആണ് കോസ്റ്റ് ഓഫ് അക്വസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. സെക്ഷൻ 55 പറയുന്നത് വെച്ചാൽ ഇൻ കേസ് ഓഫ് ഗുഡ് വിൽ ഓഫ് എ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല്, പ്രൊഫഷൻ്റെ അല്ല, അതുപോലെ ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, ഈ പറയുന്ന അസറ്റുകൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ, സെൽഫ് ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ അതിൻ്റെയൊക്കെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നില്ലായിരിക്കും. അതല്ല നമ്മളിതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗുഡ് വില്ല് പർച്ചേസ് കൊടുത്ത് വാങ്ങി, ബ്രാൻഡ് നെയിം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഉണ്ടാക്കിച്ചു, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പർച്ചേസ് പ്രൈസ് കാരണം. അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ ഹൈലൈറ്റ് ചെയ്ത അസറ്റുകൾക്കൊക്കെ നമ്മൾ സെൽഫ് ജനറേറ്റർ ആയിട്ടാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ നില്ലാണ്. അതല്ല നമ്മളിതിനെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് പ്രൈസാണ്. ഇനി പിന്നെ നമ്മളൊരു അപ്പോൾ നിങ്ങൾക്ക് ഗുഡ് വിൽ ഓഫ് ബിസിനസ്സാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഗുഡ് വിൽ ഓഫ് പ്രൊഫഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഗുഡ് വിൽ ഓഫ് പ്രൊഫഷൻ ഒരു ഫേമസ് കേസിലോ BC ശ്രീനിവാസ ഷെട്ടി സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ടൊരു കേസിലോ പറയുന്നുണ്ട്. ബിസിനസ് ഓഫ് അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ ഗുഡ് വില്ല് ക്യാപിറ്റൽ അസറ്റ് അല്ല. കാരണം ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. പ്രൊഫഷൻ്റെ ഗുഡ് വില്ല് ക്യാപിറ്റൽ അസറ്റ് അല്ല, പക്ഷേ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. ദെൻ മൂവിങ് ഓൺ, ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബോണസ് ഷെയർസ് ആർ ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ആസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ്
ഇറ്റ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് കമ്പനി ഫസ്റ്റ് ഗ്രൂപ്പ് അക്കൗണ്ട്സിൽ പഠിക്കാനൊക്കെ ഉണ്ട്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഔട്ട് ഓഫ് CRR, സെക്യൂരിറ്റി പ്രീമിയം, ദെൻ ഫ്രീ റിസർവ്സ്. ബോണസ് ഷെയർ ഈസ് ഡ്യൂ ആകുമ്പോൾ ജേണൽ എൻട്രി, CRR അക്കൗണ്ട് ഡെബിറ്റ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ്, ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബോണസ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം. എനിവേ അതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ബോണസ് കൊടുത്തു കഴിഞ്ഞാൽ, ബോണസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ബോണസ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കൊരു അസറ്റാണ്. അപ്പോൾ ഈ ബോണസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഈ ഫ്രീ ആയിട്ട് കിട്ടിയ ബോണസ് നിങ്ങൾ എന്ത് ചെയ്യും, വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴോ നിങ്ങൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ആ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയുന്നത് എത്രേ ഉള്ളൂ, ബോണസ് ഷെയർ നമുക്ക് കിട്ടിയത് 1/4/2001 മുന്നേ ആണെങ്കിൽ ആ ബോണസ് ഷെയറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ കാരണം. ഈ 1/4/2001 പല സ്ഥലത്തും നിങ്ങൾ ഈ 1/4/2001 നിങ്ങൾ കാണും. ഈ 1/4/2001 മുതലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇൻഡെക്സേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇൻഡെക്സേഷൻ്റെ ബേസ് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് 1/4/2001. അപ്പോൾ ഈ ഡേറ്റ് മറക്കാൻ നിൽക്കരുത്. വേറെ ഒരുപാട് ഒക്കേഷനിൽ യു വിൽ സീ ദിസ് ഡേറ്റ്. അപ്പോൾ 1/4/2001 മുന്നെയാണ് ബോണസ് ഷെയർ കിട്ടിയെങ്കിൽ നമ്മുടെ ബോണസ് ഷെയറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ. എന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് കേട്ടോ, 1/4/2001 മാർക്കറ്റ് പ്രൈസ്. അതല്ല നമുക്ക് ബോണസ് ഷെയർ കിട്ടിയത് 1/4/2001 ശേഷമാണെങ്കിൽ, ഇഫ് ബോണസ് ഷെയർ ഇസ് റിസീവ്ഡ് ആഫ്റ്റർ 1/4/2001 ദെൻ ഫെയർ മാർക്കറ്റ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോസ്റ്റ് വിൽ ബി നിൽ. അതിൻ്റെ കോസ്റ്റ് നില്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 1/4/2001 ശേഷം കിട്ടിയ എല്ലാ ബോണസ് ഷെയറിനും കോസ്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും കേട്ടോ. ഇനി റൈറ്റ് ഷെയർസ്, പിന്നെ അതുപോലെ തന്നെ ബോണസ് ഷെയറിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പീരിയഡ് ഓഫ് ഹോൾഡിംഗ് നമ്മൾ കാണേണ്ടത് ഏത് മുതലാണ്, നമ്മൾ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് മുതലാണ് നമുക്ക് ബോണസ് ഷെയർ കിട്ടിയത്, അന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പീരിയഡ് ഓഫ് ഹോൾഡിംഗ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ നമ്മുടെ കമ്പനി ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന സമയത്ത് ഷെയർ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് റൈറ്റ് ഷെയർസ്. അപ്പോൾ ഈ റൈറ്റ് ഷെയർസ് സാധാരണ നമ്മുടെ കമ്പനി നിങ്ങൾക്ക് റൈറ്റ് ഇഷ്യൂ നിങ്ങൾക്ക് പഠിക്കാണ്ട് പ്രിഫറൻസ് ഷെയറിൻ്റെ അല്ലെങ്കിൽ ബോണസിൻ്റെ അതേ ചാപ്റ്ററിൽ തന്നെ. പക്ഷേ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറച്ച് പ്രൈസ് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുക, റൈറ്റ് ഷെയർ കൊടുക്കുക. അപ്പോൾ ഈ റൈറ്റ് ഷെയർ കിട്ടുന്ന സമയത്ത് ഒരു ഷെയർ ഹോൾഡർക്ക് 2 ഓപ്ഷനല്ലേ, ഒന്നെങ്കിൽ റൈറ്റ് ഷെയർ എന്ത് ചെയ്യുക, വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഈ റൈറ്റ് ഷെയർ എന്ത് ചെയ്യാൻ പറ്റും, വേറെ ആൾക്ക് റിനൗൺസ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, റിനൗൺസ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് പർച്ചേസ് നമ്മൾ എങ്ങനെ കാണുന്നില്ല, നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫൈൻ. ഈ അക്വയർഡ് ബൈ എ ഷെയർ ഹോൾഡർ, ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, റൈറ്റ് ഷെയർ വാങ്ങി. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്രയാണോ ആ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾക്ക് ചിലവായ പൈസ, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കൊടുത്ത പൈസ. ആ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾക്ക് കമ്പനിക്ക് എത്രയാണോ പൈസ കൊടുത്തത് അത് തന്നെ ആയിരിക്കും എന്ത്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. പിന്നെ അതുപോലെ തന്നെ റിനൗൺസ്മെൻറ്റ് ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കിട്ടിയ റൈറ്റ് നമ്മൾ എന്ത് ചെയ്തു, സെല്ല് ചെയ്തു, വേറെ ആൾക്ക് വിറ്റു. അപ്പോൾ വേറെ ആൾക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അയാളൊരു പൈസ തരും, റിനൗൺസ്മെൻറ്റ് ചാർജ് തരും. ഈ റിനൗൺസ്മെൻറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താണ്, നമുക്ക് ക്യാപിറ്റൽ ഗെയിനാണ്. ഈ റിനൗൺസ്മെൻറ്റ് ചാർജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു പൈസയും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ചിലവായിട്ടില്ല. എന്ന് പറഞ്ഞാൽ റിനൗൺസ്മെൻറ്റ് നമ്മുടെ ഷെയർ അല്ല വിൽക്കണേ, നമ്മുടെ ഷെയർ നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് അഡീഷണൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ കുറച്ച് വിലക്ക് വാങ്ങാനുള്ള റൈറ്റ് ഷെയറാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഷെയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറെ ആൾക്ക് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ആ റൈറ്റ് വിൽക്കുന്ന സമയത്ത് അയാൾ നമുക്ക് റിനൗൺസ്മെൻറ്റ് ചാർജ് തരും. ആ റിനൗൺസ്മെൻറ്റ് ചാർജ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാലും അതും ക്യാപിറ്റൽ ഗെയിനാണ്. ആ റിനൗൺസ്മെൻറ്റ് ചാർജ് സെല്ല് ചെയ്യുന്ന സമയത്ത് അയാൾ നമുക്ക് എന്ത് പൈസ തരുന്നുണ്ടോ ആ പൈസ നമുക്ക് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനാണ്, അതിൻ്റെ കോസ്റ്റ് 0 ആണ്. അങ്ങനെ കിട്ടുന്ന ഗെയിൻ എന്ത് ഗെയിനാണ്, നമ്മുടെ ഷോർട്ട് ടൈം ക്യാപിറ്റലോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റലോ ഗെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ടാക്സ് ചെയ്യും. ഇനി അയാൾ വാങ്ങുന്ന സമയത്ത് അപ്പോൾ എ എന്ന് പറഞ്ഞ ആൾക്ക് റൈറ്റ് കിട്ടി, ബിക്ക് വിറ്റു, ബീൻ്റെ കയ്യിൽ നിന്ന് പൈസ എക്ക് കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഏത് വിറ്റപ്പോൾ, റൈറ്റ് വിറ്റപ്പോൾ. ഇനി ബീൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് ഇതെന്താണ്, ബിക്ക് പൈസ ചിലവായി. ഏതൊക്കെ, ഷെയർ വാങ്ങുന്ന പൈസയും ചിലവായി, റിനൗൺസ്മെൻറ്റ് ചാർജ് പേ ചെയ്ത പൈസയും ചിലവായി. അപ്പോൾ ബീൻ്റെ കയ്യിൽ ബി വാങ്ങിയ റൈറ്റ് ഷെയറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വേണ്ടി കൊടുത്ത ആക്ച്വൽ ഷെയർ പ്രൈസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഏതും കൂടെ നമ്മൾ ആഡ് ചെയ്യും, ഈ റിനൗൺസ്മെൻറ്റ് ചാർജും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. പിന്നെ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് എന്നാണോ നമുക്ക് ഈ അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏതിൻ്റെ അലോട്ട്മെൻറ്റ്, നമ്മുടെ റൈറ്റ് ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടിയത്, അന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുക, പീരിയഡ് ഓഫ് ഹോൾഡിംഗ് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ഷെയറിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെങ്ങനെയാണ് നമ്മൾ ഏത് കാണുക, വാട്ട് വി സേ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണുന്നില്ല. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, റീസെൻ്റ് ആയിട്ട് അമെൻമെൻറ്റ് വന്നാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ റെഫേർഡ് അണ്ടർ സെക്ഷൻ 112A 112A. ഓക്കെ, അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ചില സ്പെസിഫിക് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ കമ്പനി, ഒരു കമ്പനിയിലെ ഇക്വിറ്റി ഷെയർ അത് STT പെയ്ഡ് കണ്ടാണ്, STT പേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ വാങ്ങിയ സമയത്തും വിറ്റ സമയത്തും. അതുപോലെ തന്നെ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് അല്ലെങ്കിൽ ബിസിനസ് ട്രസ്റ്റിൻ്റെ യൂണിറ്റുകൾ അത് STT പേ ചെയ്തിട്ടുണ്ട് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. ഈ അസറ്റുകൾ നമ്മൾ വാങ്ങിയാൽ
ഈ അസറ്റ് വാങ്ങിയിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 112A. അപ്പോൾ ഈ 112Aയിൽ നമ്മൾ ഈ താഴെ ഈ യെല്ലോ മാർക്ക് ചെയ്ത ഈ അസറ്റുകൾ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ടാക്സ് ചാർജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 112Aയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 112Aയിൽ പറഞ്ഞ ഈ രണ്ട് അസറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. നമ്മൾ അക്വയർഡ് ബിഫോർ ഈ അസറ്റ് നമ്മൾ 1/2/2018 മുമ്പ് നമ്മൾ അക്വയർ ചെയ്തതാണെങ്കിൽ, അക്വയർഡ് ബിഫോർ 1/2/2018 മുമ്പ് നമ്മൾ അക്വയർ ചെയ്തതാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്വസിഷന് അല്ലെങ്കിൽ ലോവർ ഓഫ്, നമ്മൾ ഈ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ലോവർ, ഇതിലേതാണോ ഹയർ അതായിരിക്കും എന്ത് ആ ഒരു 112Aയിൽ പറയുന്ന ഈ അസറ്റുകളുടെ ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഒറ്റ റീഡിങ്ങിൽ ഇത് മനസ്സിലാവില്ല. പ്ലീസ് പോസ് ദ വീഡിയോ ആൻഡ് റീഡ് വൺസ് അഗെയിൻ. നമ്മൾ ഷാൾ ബി ദ ഹയർ ഓഫ് നമ്മൾ ഈ പറഞ്ഞ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഫെബ്രുവരി 2018 മുമ്പാണ് നമ്മളിത് വാങ്ങിയെങ്കിൽ, ശേഷമാണ് വാങ്ങണമെങ്കിൽ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റാണ് വരിക. മുമ്പാണ് വാങ്ങിയെങ്കിൽ നമ്മളെ ഹയർ ഓഫ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ലോവർ ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ പറഞ്ഞാൽ നമ്മുടെ ഫെയർ വാല്യൂ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസ്ട്രക്ഷൻ അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ, ഇതിലേതാണോ ലോവർ അതും കോസ്റ്റ് ഓഫ് അക്വിസിഷനും വെച്ച് കമ്പയർ ചെയ്ത് അതിലേതാണോ ഹയർ അതായിരിക്കും അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ്. എപ്പോൾ ഈ പറഞ്ഞ 112Aയിലെ അസറ്റ് 1 ഫെബ്രുവരി 2018 മുമ്പാണ് നമ്മൾ എന്ത് ചെയ്തത്, അക്വയർ ചെയ്തെങ്കിൽ, ശേഷമാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക വരിക. ഇനിയിപ്പോൾ ഈ മേലെ പറഞ്ഞ അസറ്റ് അല്ലാത്ത വേറെ ഏത് അസറ്റും നമ്മൾ വാങ്ങിയത് 1/4/2001 മുന്നേ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/4/2001 മുമ്പ്, ഫോർ എക്സാമ്പിൾ 1980 നമ്മൾ വാങ്ങിയ അസറ്റാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് 1980 നമുക്ക് ആയത് 20 ലക്ഷമാണ്. പക്ഷേ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 2001 ഏപ്രിൽ 1 അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 22 ലക്ഷമാണ്. അങ്ങനെയെങ്കിൽ ഇതിലേതാണോ ഹയർ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആക്ച്വൽ കോസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വൽ കോസ്റ്റിൻ്റെ കേസ്. അപ്പോൾ ഈ പറഞ്ഞ അസറ്റ് അല്ലാത്ത ഏത് അസറ്റും നമ്മൾ വാങ്ങിയത് 1/4/2001 മുമ്പാണെങ്കിൽ അസസി ഹാസ് ദ 2 ഓപ്ഷൻസ്. ഏതൊക്കെ ഓപ്ഷനാണ്, ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ഹയർ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്നത് അസസിക്ക് ബെനിഫിഷ്യൽ ആണോ അല്ലേ, അസസിക്ക് അബ്സല്യൂട്ട്ലി ബെനിഫിഷ്യലാണ്. കാരണം കൂടുതൽ കോസ്റ്റ് കൂടുമ്പോൾ ഗെയിൻ എന്ത് ചെയ്യും, ഗെയിൻ കുറയുമ്പോൾ ടാക്സ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അസസിക്ക് ഇഷ്ടം നമ്മുടെ ഗെയിൻ കൂടുന്നതാണോ, ടാക്സ് ഗെയിൻ കൂടുന്നതാണോ അതോ ഗെയിൻ കുറയുന്നതാണോ, ഗെയിൻ കുറയുന്നതാണ് ഇഷ്ടം. കുറയാൻ വേണ്ടി കോസ്റ്റ് കൂടണോ കോസ്റ്റ് കുറയണോ, കോസ്റ്റ് കുറയണം, അല്ല കോസ്റ്റ് കൂടണം. ഫൈൻ. ഇനി കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ ലാൻഡ് വാങ്ങിയിട്ട് നമ്മൾ ആ ലാൻഡിൽ അല്ലെങ്കിൽ ഏത് അസറ്റ് നമ്മൾ വാങ്ങിയാലും ആ അസറ്റിന് നമ്മൾ അഡീഷണലി അക്വസിഷന് ശേഷം എന്ത് എക്സ്പെൻസ് ചിലവായി കഴിഞ്ഞാലും അതും നമുക്ക് എന്ത് കിട്ടും, ഡിറക്ഷനായിട്ട് കിട്ടും. അങ്ങനെ ഡിറക്ഷനായി കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും, അതിനുമായി ബന്ധപ്പെട്ട റൂൾസൊക്കെ പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഗുഡ് വില്ലിൻ്റെ കേസിലോ അല്ലെങ്കിൽ മറ്റ് കേസിൻ്റെ അസറ്റ് ആണെങ്കിൽ ഗുഡ് വില്ലിന് ഒരു കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചിലവാക്കിയാലും അതൊന്നും നമുക്ക് എന്ത് കിട്ടില്ല. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഇൻകം ടാക്സിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഗുഡ് വില്ല്, ബിസിനസ് റൈറ്റ്, മാനുഫാക്ചർ പ്രൊഡ്യൂസ് ആണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഈസ് 0. ഇനി അതർ അസറ്റിൻ്റെ കേസിലാണെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ എന്താ പറയുക, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ചിലവാക്കിയത് 1/4/2001 മുന്നേ ആണെങ്കിൽ, 1/4/2001 മുമ്പാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചിലവായെങ്കിൽ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിന് ഇല്ലാണ്. അതല്ലാത്ത എല്ലാ കേസിലും നമുക്ക് എത്രയാണോ എന്ന് പറഞ്ഞാൽ 1/4/2001 ശേഷം നമുക്ക് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചിലവായി കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് ആക്ച്വലി ചിലവായ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് അത് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ വൺസ് അഗൈൻ റിപ്പീറ്റ്, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഗുഡ് വില്ല്, ബിസിനസ് റൈറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് റേറ്റ്, പ്രൊഡക്ഷൻ റേറ്റ്, ഇതിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് 0 ആണ്. അതുപോലെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഈ ചിലവാക്കിയത് 1/4/2001. ഐ റിപ്പീറ്റ് ദ ഡേറ്റ് വൺസ് അഗൈൻ. നമ്മുടെ ഈ 1/4/2001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാപിറ്റൽ ഗെയിനിൽ ഒരുപാട് റിലവൻസിൻ്റെ ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 1/4/2001 ശേഷമാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് കിട്ടും. അതല്ല 1/4/2001 മുമ്പാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടത്തില്ല. ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ഒരു സ്ഥലം ഗിഫ്റ്റായിട്ട് തന്നു. 2010 ഗിഫ്റ്റ് തന്നത്. ഞാൻ 2019 ആ ഗിഫ്റ്റ് കിട്ടിയ സ്ഥലം ഞാൻ എന്ത് ചെയ്തു, വിറ്റു. അപ്പോൾ അച്ഛൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്, എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ആ കേസിൽ ഞാൻ 2019 ഇതൊരു 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ സ്ഥലം വിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എങ്ങനെ കാണുന്നില്ലാണ്. ശരിക്കും എനിക്ക് ആക്ച്വൽ കോസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ കേസിൽ എൻ്റെ പ്രീവിയസ് ഓണറായ എൻ്റെ ഫാദറിന് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ എന്താണോ കോസ്റ്റായിട്ട് ചിലവായത് അതായിരിക്കും എൻ്റെ ആക്ച്വൽ കോസ്റ്റ്.
അപ്പോൾ നമ്മൾ കുറേ കേസിൽ കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസിൽ പ്രീവിയസ് ഓണർക്ക് എന്താണോ കോസ്റ്റായി ചിലവായത് അതായിരിക്കും അസസിൻ്റെ കോസ്റ്റ് ഓഫ് അക്വസിഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക. അങ്ങനെ ഏതൊക്കെ കേസിലാണെന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വസിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊവിഷൻസ് സെക്ഷൻ 49 നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിത് 1 by 1 ആയിട്ടൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. നമുക്ക് പ്രോബ്ലം ഏരിയയിൽ നമുക്ക് വരുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ്. ഇനി സെക്ഷൻ 45 നമ്മൾ പറഞ്ഞു ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഷാൾ ബി ടാക്സ്ഡ് ഇൻ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ അല്ലേ. നമ്മൾ ഏത് വർഷമാണോ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത് അത് നമ്മൾ ഏത് വർഷമാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതേ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ടാക്സ് ചെയ്യുന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്തത് മനസ്സിലാക്കി വെച്ചത് ഇടോ അല്ലേ. ഓക്കെ, അതാണ് ജനറൽ റൂൾ. ഏത് പ്രീവിയസ് ഇയറിലാണോ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതേ പ്രീവിയസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ടാക്സ് ചെയ്യണം എന്നില്ലാണ്. പക്ഷേ ദർ ആർ സം എക്സെപ്ഷൻസ് ടു ദാറ്റ് ജനറൽ റൂൾ. ചില എക്സെപ്ഷൻസ് ഉണ്ട് ആ റൂളിന്. ആ എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോണ കേസിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അതേ വർഷം തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അതേ വർഷം തന്നെ നമ്മൾ ടാക്സ് ചെയ്യൂല. എന്താ നമ്മൾ ടാക്സ് ചെയ്യാത്തത്, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യൂല. അത് ഏതൊക്കെ കേസിലാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫൈൻ.